ഹലോ ഡിയേഴ്സ്, പല്ല് തേച്ചില്ലെങ്കിൽ നിങ്ങളുടെ ലിംഗം കുഞ്ഞായി പോകുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ചെയ്യുന്ന ചെറിയ ചെറിയ ചില തെറ്റുകൾ കൊണ്ട് നിങ്ങളുടെ ലിംഗം കുഞ്ഞായിട്ട് പോകുന്നുണ്ട്, അതിനെ പറ്റിയിട്ടുള്ള കേട്ടോ. അതിനു മുമ്പ് നിങ്ങളുടെ ലിംഗം ചുരുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ സൈസിലേക്കും പണ്ടത്തെ ആ തടിയിലേക്കൊക്കെ തിരിച്ചു വരാൻ സഹായിക്കുന്ന ഒരു ക്യാപ്സ്യൂൾ പരിചയപ്പെടുത്താം. നമ്മുടെ ലിഫ്റ്റപ്പ് ഓയിലില്ലേ, അത് ഉപയോഗിക്കുന്നവർക്ക് കൂടെ തന്നെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്യാപ്സ്യൂളാണ് ലിഫ്റ്റപ്പിൻ്റെ ക്യാപ്സ്യൂള്. സേഫാണ്, ആയുഷ് സർട്ടിഫൈഡും ഉള്ളതാണ് കേട്ടോ. ഷെഡാവർ, സേഫ് മസിലി, ലങ്, സുഗന്ധം ഇങ്ങനെയുള്ള 20ഓളം ഹെർബ്സൊക്കെ, അതും പവർഫുൾ ആയിട്ടുള്ള ഹെർബ്സാണ് ഇതിലടങ്ങിയിട്ടുള്ളത്. ഈ ക്യാപ്സ്യൂൾ നിങ്ങളുടെ ലിംഗത്തിൻ്റെ യഥാർത്ഥ സൈസിലോട്ടും നീളത്തിലോട്ടും ഒക്കെ എത്തിക്കുക മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈംഗിക ഹെൽത്ത് കൂട്ടാൻ വേണ്ടിയിട്ട്, നിങ്ങൾ സ്റ്റാമിന കൂട്ടാൻ വേണ്ടിയിട്ട്, കൂടുതൽ നേരമൊക്കെ ലൈംഗികത്തിൽ ഏർപ്പെടാനും ഒക്കെ സഹായിക്കുന്നു. മാത്രമല്ല നല്ല രീതിയിൽ ബീജമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ മൊബിലിറ്റിയും കൗണ്ടൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട്, നല്ല രീതിയിൽ ശുക്ലം പുറത്തേക്ക് വരാനും ഒക്കെ സഹായിക്കുന്നു. നിങ്ങളുടെ ലൈംഗിക ഹെൽത്ത് കൂട്ടുന്നു, അതുപോലെ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടാനും സഹായിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് വെള്ളത്തിലോ അല്ലെങ്കിൽ പാലിലാണെങ്കിലും അത് കഴിക്കാവുന്നതാണ് കേട്ടോ. 2 നേരം കഴിക്കാവുന്നതാണ്, രാവിലെയും വൈകുന്നേരവും. വളരെ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ്. ക്ലിനിക്കലി പ്രൂവൺ ആണ്, ആയുഷ് സർട്ടിഫൈഡ് ആണ്, GMB/ISO സർട്ടിഫൈഡ് ഒക്കെയാണ്. അത് മാത്രമല്ല, ഇത് നിങ്ങൾക്ക് ഹാബിറ്റ് ഫോമിങ് ആക്കുമല്ലോ, എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 100% നാച്ചുറൽ ഹെർബൽ ഇൻഗ്രീഡിയൻസ് അടങ്ങിയതുമാണ്. ലിഫ്റ്റപ്പ് ഓയിലൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഇതും കൂടി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ നന്നായിട്ട് നിങ്ങൾക്ക് ലിമിറ്റിലേക്കൊക്കെ ബ്ലഡ് ഫ്ലോ ഒക്കെ നല്ല രീതിയിൽ കൂട്ടാനും കൂടുതൽ നേരമൊക്കെ ഉദാഹരണമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് കമൻ്റായിട്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിലൂടെ കയറി പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്യുന്ന എന്തൊക്കെ പൊട്ടത്തരങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ ലിംഗം ചുരുങ്ങുന്നത്? ഒന്നാമത്തേത്, നന്നായിട്ട് നിങ്ങളുടെ ഗമ്മൊക്കെ വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ അതിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ നിങ്ങളുടെ ലിംഗത്തിൽ ഇൻഫ്ലമേഷനൊക്കെ ഉണ്ടാക്കാനും അത് ചുരുങ്ങാനുള്ള സാധ്യതയുണ്ടെന്ന് സ്റ്റഡീസ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. 2012 നടത്തിയിട്ടുള്ള സ്റ്റഡീസിലാണ് ഇത് മനസ്സിലായിട്ടുള്ളത്. ഇത് നിങ്ങളുടെ ബ്ലഡ് നന്നായിട്ട് അരച്ച് ലിംഗത്തിലോട്ട് കയറിയാൽ മാത്രമല്ല നന്നായിട്ട് ഉദ്ധാരണം ഉണ്ടാവുള്ളൂ, ആ വെസൽസിനെയൊക്കെ ഡാമേജ് ആക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഉദ്ധാരണം ഉണ്ടാവാത്ത അവസ്ഥ ഉണ്ടാക്കുന്നുണ്ട്. രാവിലെ വൈകുന്നേരവും പല്ല് തേച്ചോളൂ കേട്ടോ. വർക്കൗട്ട് ഒന്നും ചെയ്യാണ്ട് മടിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങളുടെ ലിംഗത്തിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയാൻ വേണ്ടി കാരണമാവുകയും അത് ചുരുക്കാനുള്ള സാധ്യതയുണ്ട്. എല്ലാവരും ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യണമെന്നൊന്നുമില്ല. വീട്ടിലൊരു അരമണിക്കൂർ സ്വന്തം ഇഷ്ടത്തിന് വർക്കൗട്ട് ചെയ്താൽ മതിയോ? പ്രത്യേകിച്ച് പെൽവിക് ഫ്ലോറിൽ വരുന്ന എക്സസൈസ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് അവിടുത്തെ മസിലൊക്കെ സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ നന്നായിട്ട് ബ്ലഡ് ഫ്ലോ ഒക്കെ ലിംഗത്തിലേക്ക് എത്താൻ നമുക്ക് സഹായിക്കും. 2011 ഹാർട്ട്ബേർഡിൽ നടന്നിട്ടുള്ള സ്റ്റഡീസിൽ പുരുഷന്മാർ കൂടുതലായിട്ട് ജങ്ക് ഫുഡുകൾ, സ്നാക്സുകൾ, ചോക്ലേറ്റുകൾ, ഇങ്ങനെയുള്ള എന്താ പറയുക അൺഹെൽത്തി ആയിട്ടുള്ള ഷുഗറിൽ കുറേ ഫുഡൊക്കെ ഓവർ വെയിറ്റൊക്കെ ആവുന്നവർക്ക് ഈ ലിംഗം ചുരുങ്ങുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് അതുപോലെ തന്നെ അവരുടെ സ്പെർമിൻ്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി ഒക്കെ ഭയങ്കര കുറവായിട്ട് മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതൽ വെജിറ്റേറിയൻ ആകാൻ, കൂടുതൽ ഫൈബേഴ്സ് അടങ്ങിയ ഫുഡുകളും ഫ്രൂട്ട്സുകളും ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. സ്മോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലിംഗത്തിലുള്ള ഞരമ്പുകൾക്കൊക്കെ ഷ്രിങ്ങായിട്ട് പോകുന്നു, ചുരുങ്ങിപ്പോകുന്നു, ലിംഗം ചുരുങ്ങിപ്പോകുന്നു, അവിടെ ഡാമേജ് ആകുന്നു. അതുപോലെ കാർഡിയാക്കോ ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസൊക്കെ വരുന്നു, നന്നായിട്ട് ബ്ലഡ് ഫ്ലോ ഒന്നും ഉണ്ടാകാണ്ട് വരുന്നു. അങ്ങനെ നിങ്ങളുടെ ലിംഗം ചുരുങ്ങി വരും. ഇത് ഭയങ്കര പാടാട്ടോ. സ്മോക്കിങ് വളരെ പെട്ടെന്ന് ഏറ്റവും ചീത്ത സ്വഭാവം, ഏറ്റവും ചീത്തയായിട്ടുള്ള ആൾക്കാരെ സ്മോക്ക് ചെയ്യുള്ളൂ. 2007 ടെക്സാസ് A&M യൂണിവേഴ്സിറ്റി നടത്തിയിട്ടുള്ള സ്റ്റഡീസിൽ നിങ്ങൾ കറക്റ്റായിട്ടുള്ള അളവിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് നിങ്ങൾ ശരീരത്തിൽ എത്തായിരുന്നിട്ടുണ്ടെങ്കിൽ, അത് വെജീസിലും ഫ്രൂട്ട്സിലും ഉള്ള ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ എത്തായിരുന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചുരുങ്ങി വരുന്നതാണ് കണ്ടിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ടുള്ള അളവിൽ വാട്ടർ മെലോൺ, സിട്രസ് ഇങ്ങനെയുള്ള വൈറ്റമിൻ സിയും ഒരുപാട് ഓരോ ഫ്രൂട്ട്സിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഉള്ള ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ടല്ലേ. അപ്പോൾ അതൊക്കെ ഡെയിലി കുറച്ചൊക്കെ കൺസ്യൂം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ നന്നായിട്ട് നിങ്ങളുടെ ലിംഗത്തിനെ വളരെ പെർഫെക്റ്റ് ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. ചീത്ത സ്വഭാവങ്ങളൊക്കെ മാറ്റുക, നല്ല സ്വഭാവങ്ങളൊക്കെ പോരട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. നെക്സ്റ്റ് ടൈം.